Hello friends and welcome to Universal Studios Singapore. ഇത്തവണ ഞങ്ങൾ 2 ഫാമിലീസ് ആണ് കേട്ടോ. അപ്പം 4 അഡൽസും 4 കുട്ടികളും. ആര് ജയിക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ 10 മണിക്ക് ഞങ്ങൾ വരണമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. 12 മണിയായി ഇവിടെ എത്തിയപ്പോൾ. ഓപ്പണിംഗ് ടൈം 10 മണിയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ തന്നെ വീക്ക് ഡേയ്സിൽ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്ക് സെൻറ്റോസ ഐലൻഡിലാണ്. അപ്പോൾ സെൻറ്റോസ ഐലൻഡിലേക്ക് നമുക്ക് മോണോറെയിൽ എടുക്കാം, അതല്ലെങ്കിൽ കേബിൾ കാറിൽ വരാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റണ്ണിങ് വ്യൂസ് എല്ലാം കണ്ട് സെൻറ്റോസ ഐലൻഡൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരണമെങ്കിൽ കേബിൾ കാറാണ് ഡെഫിനറ്റ് ആയിട്ടും ബെറ്റർ ഓപ്ഷൻ. എന്തായാലും എക്സ്പ്രസ് ടിക്കറ്റ്സ് എടുത്തത് നന്നായി. ഇവിടെ ലഞ്ചിനാണെങ്കിലും റൈഡിനാണെങ്കിലും ലോങ് ക്യൂ ആണ്. അപ്പോൾ എക്സ്പ്രസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മൊത്തം പാർക്കിൻ്റെ മാപ്പ് ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. മൊത്തത്തിൽ നിങ്ങൾക്ക് അടിമുടി വിറപ്പിക്കുന്ന ടൈപ്പ് റൈഡ് വേണമെങ്കിൽ ഇവിടുത്തെ ഏൻഷ്യൻറ്റ് ഈജിപ്തിൽ ദ റിവെഞ്ച് ഓഫ് ദ മമ്മി റൈഡിൽ പോയാൽ മതി. ഇവിടുത്തെ ഫാസ്റ്റസ്റ്റ് റൈഡാണ്. സെക്കൻഡ് ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സൈഫൈ സിറ്റിയിലെ ട്രാൻസ്ഫോമർ റൈഡ് ആയിരിക്കും. അത് നമുക്ക് ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു ക്യാരക്ടറായി മാറുന്ന പോലെ തോന്നും. ഇപ്പോൾ ബംബിൾ ബിയും മെഗട്രോണും ഒക്കെ കണ്ട് സ്റ്റണ്ടായി ഞങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇതാ ഈ അടിപൊളി ബാൻഡ് ഇവിടെ കൂടെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് പോകുന്നത്. സിംഗപ്പൂർ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയ്ക്കായിരുന്നു ഇവിടുത്തെ റൂം അടിപൊളിയായിരിക്കും, റൂം ടൂറൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടെന്ന് വെച്ചാൽ റൂമൊക്കെ വളരെ ഒരു കുഞ്ഞു റൂമാണ്. പിന്നെ ആ റൂമിനോട് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, അതുകൊണ്ടാട്ടോ റൂം ടൂർ ചെയ്യാത്തത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ 4 സ്റ്റാർ ഹോട്ടലിനെ വെച്ച് നോക്കുമ്പം ഇത് വെറും ഒരു കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ മാണ്ടായി വരെ. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, ഞങ്ങൾ ആക്ച്വലി ബെൻകൂളനിലാണ് താമസിക്കണത്. അവിടുന്ന് ഇതാ ഈ ബസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ഇറങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ ടൈമിംഗ് അത്ര ഷുവർ അല്ല, അതുകൊണ്ടാണ് ടാക്സി പിടിച്ചത്. പിന്നെ ഈ സൂവിൽ ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ജനറൽ സൂ ടിക്കറ്റാണ്. അപ്പോൾ എല്ലാത്തരം ആനിമൽസും നമ്മൾ കവർ ചെയ്യാം. അതല്ല റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ബേർഡ്സ് ഫോക്കസ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുക്കാം കേട്ടോ. റിവർ വണ്ടേഴ്സ്, ബേർഡ് പാരഡൈസ് എന്നെല്ലാം പറഞ്ഞ് സെപ്പറേറ്റ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. വലിയ ആൾക്കാർക്കുള്ള ഡ്രിങ്ക് അല്ല. മണ്ടത്തരായിപ്പോയി. ആദ്യമേ ഈ ട്രാവൽ കയറി ഇരുന്നാൽ മതിയായിരുന്നു. ഈ വെയിലത്ത് ഞങ്ങൾ ഈ കുട്ടികളെ വെച്ച് നടന്ന് സൂ കാണുമായിരുന്നു.
അപ്പം ഈ സൂവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ട്രാം സർവീസ് ഉണ്ട്. സൂവിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റോപ്പിൽ കയറാം, പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. അതല്ല നമുക്ക് എൻറ്റയർ സൂ ട്രാമിലിരുന്ന് കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെയാവാം. Very proud of our ongoing successful breeding program for white rhinos. We have sent many of our rhinos to overseas zoos to increase their number. അത് ശരി, ഇത് കൊള്ളാട്ടോ. അപ്പം നമ്മൾ ഈ ഓരോ ആനിമൽസിൻ്റെ എക്സിബിറ്റിൻ്റെ അടുത്തൂടെ പോകുമ്പം അവർ അതേ ആനിമലിനെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പ് നമുക്ക് പ്ലേ ചെയ്ത് തരും. Use a cooling system to lift fresh leaves to a height that is natural and comfortable for our giraffes to feed. Animal which got horns on the head. Yeah? Yeah. Really? Yeah. So should I be scared of them? Not really. If you always stay far from them, they would think you're not. They would think, oh, this girl is not harming us, so we will not attack. Yeah, man. That's the Malayan tiger. Where's the Bengal tiger? സിംഗപ്പൂർ വന്നിട്ട് നിങ്ങൾക്ക് മസാല ദോശ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ഇവിടെ കോമളവിലാസ് എന്ന് പറയുന്ന ഒരു പഴയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ മസാല ദോശ പാഴ്സൽ ചെയ്തു. പിന്നെ ഇവിടെ നടക്കുമ്പോഴും നമുക്ക് ഈ ചന്ദനത്തിരീൻ്റെ മണവും എന്തൊക്കെയോ ഒരു ഇന്ത്യയിലൊരു മാർക്കറ്റിൽ കൂടെ നടക്കുന്ന അതേ ഒരു ഫീലാണ്. ഇവിടുത്തെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് താമസിക്കുന്നത് അതെല്ലാം നമുക്ക് ഏതാണ്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. സിംഗപ്പൂരെ മറ്റൊരു അട്രാക്ഷനാണ് ഗാർഡൻസ് ബൈ ദ ബേ. ഇവിടെയാണ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ നമുക്ക് ലോകത്തെ ഓൾമോസ്റ്റ് എല്ലാത്തരം ചെടികളും എല്ലാത്തരം ഫ്ലവേഴ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഇവിടെ ട്യൂലിപ്പ് മേനിയ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ട്യൂലിപ്സ് കാണാൻ ഇനി നമുക്ക് നെതർലാൻഡ്സിൽ പോകേണ്ട ആവശ്യമില്ല. Oh, the flower is growing super bigger. Yeah. So you can see how each flower is growing. കണ്ടോ? എനിക്കുണ്ടല്ലോ ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറയുമ്പം ആദ്യം മൈൻഡിൽ വരുന്നത് ആ ടോൾ ആയിട്ടുള്ള സൂപ്പർ ട്രീസ് ആണ്. അപ്പോൾ ഈ സൂപ്പർ ട്രീസിൽ അവർ പ്ലാന്റ്സ് കയറ്റി വിട്ടേക്കാണ്. അത് ആമസോൺ ഫോറസ്റ്റിൻ്റെ ഗ്രോത്തിനോട് പ്രൊപ്പോഷണൽ ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ വരുവാണെങ്കിൽ സൂപ്പർ ട്രീസ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടാവും. നമ്മളിപ്പോൾ ഫ്ലവർ ഡോമിനുള്ളിലാട്ടോ. അപ്പോൾ പല വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്യൂലിപ്സും കാണാൻ പറ്റും. ട്യൂലിപ്പ് മേനിയൻ്റെ ടൈമാണ്. ഷോപ്പിംഗ് ഷോപ്പിംഗ് ഷോപ്പിംഗ്. എന്തെങ്കിലും കഴിക്കണ്ടേ? നമുക്ക് ഷേക്ക് ഷാക്ക് എന്നൊരു ബർഗർ ആയാലോ? ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങളിപ്പം ഈ ഗാർഡൻസ് ബൈ ദ ബേയിലെ സെക്കൻഡ് അട്രാക്ഷൻ ആയിട്ടുള്ള ക്ലൗഡ് ഫോറസ്റ്റിലാണ്. അപ്പോൾ ക്ലൗഡ് ഫോറസ്റ്റിൽ നമ്മൾ കയറി വരുമ്പോഴേ ഒരു ജയൻറ്റ് വാട്ടർഫാൾസ് ഉണ്ട്. കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയാണ് മെയിൻ സംഭവം, ക്ലൗഡ് വാക്ക്. ഈ കാണുന്ന ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. അത് മോനെ ബ്രെത്ത് ടേക്കിംഗ് ആണ്. Wow, see? ഫേൺസ് അല്ലേ?
can see a magnified view of this. എല്ലാവരും തന്നെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്യാറുണ്ട്. ഗൂഗിൾ ചെയ്ത് അവിടുത്തെ എന്തൊക്കെയാണ് ടൂറിസ്റ്റ് ലൊക്കേഷൻസ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സിറ്റിക്കുള്ളിൽ കമ്മ്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിൽ MRT ആണ് ഏറ്റവും ബെസ്റ്റ്, വെരി കൺവീനിയൻറ്റ്. എല്ലായിടവും മെട്രോ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് സിംഗപ്പൂർ. ഇനി നമുക്ക് ആ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെർലൈൻ സ്റ്റാച്ചു കാണാം. Wow, 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 look at the Merlion. ഞങ്ങൾ ഇന്ന് അച്ചുമാമുനെ കാണാൻ പോവുകയാണല്ലോ. അച്ചു എൻ്റെ കസിനാണ്. അച്ചു ഇവിടെ ജിറോങ്ങിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. ഇന്ന് ലിറ്റിൽ ഇന്ത്യയിൽ ഞങ്ങളൊരു കുട്ടി ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാങ്കോക്കിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പം മിസ് ചെയ്ത ഒരു കാര്യമാണ് അവിടുത്തെ ചൈന ടൗൺ ആൻഡ് നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗപ്പൂര് ചൈന ടൗണിലാണുള്ളത്. ഇവിടെ മെയിൻലി സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. ഈ കാണുന്ന പോലെ നടന്നാണ് ഈ ഒരു ലൊക്കാലിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഒരു അമ്പലം, പഗോഡ സ്ട്രീറ്റിലെ മാരിയമ്മൻ ടെമ്പിളാണിത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാട്ടോ. പിന്നെ ഇവിടെ ഒരു മൊനാസ്ട്രി ഉണ്ട് കേട്ടോ, ബുദ്ധാസ് ടൂത്ത് റെലിക് മൊനാസ്ട്രി. അപ്പം അവിടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. Point Rex. Not enter. എന്താ ഓരോ ഫോം. അപ്പം ഞങ്ങൾ ഈ മൊണാസ്ട്രീൻ്റെ പുറകിൽ നിന്ന് എക്സിറ്റ് ചെയ്തപ്പം ഇവിടെ ഇങ്ങനെ ഈ ഓപ്പൺ സ്പേസിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറേ സൈഡിൽ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഇരുന്ന് വർത്താനം പറയുന്നു, ചായ കുടിക്കുന്നു. പിന്നെ കുറേ ജ്യൂസ് ഷോപ്പ്, ചെറിയ കുറേ കടകൾ. ഇതായി കാണുന്നില്ല, ഇവിടെ ഈ സൈഡിലാണ് നമ്മുടെ ഈ ചൈന ടൗണിൻ്റെ മെയിൻ സ്ട്രീറ്റ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ കടയും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പതുക്കെ നടന്നു പോകാം. ഇവിടെ ഞാൻ പല സ്ഥലത്ത് ഈ ഒരു മെഷീൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. മെട്രോ സ്റ്റേഷനിലടക്കം ഈ മെഷീനുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ അവിടെ ചായക്കട ഉള്ള പോലെയാണ് ഈ മെഷീൻ ഇവിടെ. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു ഈസി ലിങ്ക് കാർഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഈസി ലിങ്ക് കാർഡ് നമ്മളൊരു $29 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. 3 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സിംഗപ്പൂർ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പുറകിൽ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ നമുക്ക് പല ടിക്കറ്റ്സിലും നമുക്ക് $5 അത്രയൊക്കെ ഡിസ്കൗണ്ട് കിട്ടും. സപ്പോസ് നിങ്ങൾ 3 ദിവസത്തെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, കാർഡിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് മെട്രോയിൽ പോയാലും അവിടെ ടോപ്പപ്പ് ചെയ്യാനുള്ള മെഷീനുണ്ട്. അവിടെ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ക്യാഷോ കാർഡോ വെച്ചിട്ട് ടോപ്പപ്പ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ദുരിയൻ. ഇത് നമ്മുടെ ചക്ക പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ചക്ക അല്ല കേട്ടോ. ഇതിനൊരു ഭയങ്കര സ്മെല്ലുണ്ട്. അപ്പം മെട്രോയിലൊന്നും ഇത് അലൗഡ് അല്ല. ഇത് ഞാൻ തായ്ലൻഡിലും ആക്ച്വലി കണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മളെ ട്രെയിനിങ് ചോപ്സ്റ്റിക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ, എനിക്കിപ്പോൾ പോലും അറിയില്ല. അപ്പം അതിന് വേണ്ടിയാണ് ഈ ട്രെയിനിങ് ചോപ്സ്റ്റിക്സ്. പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്, കീ ചെയിൻ, സിംഗപ്പൂർ എന്ന് എഴുതിയിട്ടുള്ള കീ ചെയിൻ, പിന്നെ മെർലൈൻ്റെ സോനിയേഴ്സ്, ഇതെല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഫാൻസ്. പിന്നെ ഈ കാണുന്നതാണ് മാൻഡറിൻ നെയിം പെയിൻറ്റിങ്. നമ്മുടെ പേര് പറഞ്ഞാൽ അവർ മാൻഡറിനിൽ ഇങ്ങനെ എഴുതി തരും.
ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ടൈൽ ഷോപ്പാണ് കേട്ടോ. പഴയ ഏൻഷ്യൻ ചൈനീസ് ടൈൽസ്, പെരനാക്കൻ ടൈൽസ് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടുന്ന് നമുക്ക് കാക്കി ബുക്കിറ്റിൽ പോയിട്ട് മനുവിൻ്റെ വല്യമ്മയും കസിൻ്റെ എല്ലാം കൂടെ കാപ്പി കുടിക്കാം. അപ്പം കാക്കി ബുക്കിറ്റിലെ വിശേഷം നമുക്ക് കാണാം. ജാസ്മിൻ്റെ പുതിയ ബൈക്ക് കണ്ടേ, സൂപ്പർ കളറല്ലേ? പൊരകൊട്ട് വീഴല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ ദി ഡിന്നർ രാജി ആൻറ്റി. ദ ഡ്രാഗൺ ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ സിംഗപ്പൂർ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്നാണ് ആദ്യമായിട്ട് പ്രോപ്പർ ഡിന്നർ കഴിക്കുന്നത്. ഇന്നൊരു സിംഗപ്പൂർ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? അപ്പോൾ യാക്കൂനിലെ കായ ടോസ്റ്റ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടോസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ കായയും പിന്നെ കോൾഡ് ബട്ടറും. സിംഗപ്പൂർ സൂവിൽ വെച്ച് ഞങ്ങൾ നാസി ലെമാക്ക് റൈസും ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ കോക്കനട്ട് ആൻഡ് പാണ്ടാൻ ഫ്ലേവറുള്ള റൈസ്, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ കപ്പലണ്ടി, പിന്നെ ഫ്രൈഡ് ചിക്കൻ. അപ്പം കൊള്ളായിരുന്നു കേട്ടോ. ബേബിക്ക് ഇഷ്ടപ്പെട്ടോ? യമ്മിയാണോ? സ്വീറ്റ് ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സിംഗപ്പൂർ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പം നെക്സ്റ്റ് ടൈം കാണും വരയ്ക്കും ബൈ.